നമ്മൾ കഴിഞ്ഞ ദിവസം വണ്ടി ബേസിക്കായിട്ട് നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണാം. അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മനസ്സിലെപ്പോഴും കുറിച്ച് വെക്കാറുള്ള, അപ്പോൾ ഞാൻ സെൽഫ് ലേൺ ചെയ്ത എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ എപ്പോഴും മനസ്സിൽ കുറിച്ചിട്ടിട്ട് ഓരോ മൊമെൻറ്റിലും ഡ്രൈവിങ് കുറച്ച് ഫാസ്റ്റായിട്ട് ഡ്രൈവ് ചെയ്യണമെന്ന് തോന്നുന്ന സമയത്തൊക്കെ ഞാൻ മനസ്സിൽ ഓർമ്മിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു വീഡിയോ കാണാം. അപ്പോൾ എന്തായാലും നമ്മൾ ഡ്രൈവിങ് പഠിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഡ്രൈവിങ് പഠിക്കുമ്പോൾ തന്നെ നമ്മളെ വണ്ടി ഒരു പ്രധാനപ്പെട്ട ഒരു ലെസൺ നമ്മളെ പഠിപ്പിക്കും. വണ്ടിയെന്നല്ല, ആ ഒരു വണ്ടി ആദ്യമായിട്ട് സ്റ്റിയറിങ്ങും പിടിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്ത് തുടങ്ങുന്നത്, അതായത് ആ ക്ലച്ചും ആക്സിലറേറ്ററുമായിട്ടൊക്കെ ഉള്ളൊരു കണക്ഷൻ നമുക്ക് ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വണ്ടി നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ലെസൺ പഠിപ്പിച്ചു തരും. അതായത് ക്ഷമ. നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ക്ഷമ എന്നുള്ളത്. വണ്ടി തന്നെ നമ്മളെ പഠിപ്പിക്കും. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഫസ്റ്റ് ഗിയർ ഇട്ട് നമ്മൾ ആ ഗിയറിനെ ഫസ്റ്റ് ഗിയറിനെ എൻഗേജ് ആക്കാൻ അത്ര ഈസി അല്ല. കാരണം വളരെ ക്ഷമയോടുകൂടി നമ്മളതിൻ്റെ ആ ഒരു ആക്സിലറേഷൻ മനസ്സിലാക്കി ഒരു മിനിമൽ ആക്സിലറേഷനിൽ നമ്മൾ ആ ഒരു ക്ലച്ചിനെ എൻഗേജ് ചെയ്ത് കൊടുക്കുകയും അതിലൂടെ ആ ഒരു ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്ന ഗിയറിനെ നമ്മൾ എൻഗേജ്ഡ് ആക്കി എടുക്കുമ്പോഴത്തേക്ക് ഇതൊരു വലിയൊരു പ്രോസസ്സാണ്. അത്ര ഈസി ആയിട്ട് നമുക്ക് എല്ലാ ഗിയേഴ്സും വളരെ ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത് പോകാം. പക്ഷേ ഫസ്റ്റ് ഗിയർ ഇട്ട് നമ്മൾ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്ത് ജമ്പ് ചെയ്യും, നമ്മുടെ കാൽക്കുലേഷനിൽ നിന്നൊക്കെ വിട്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ബേസിക് ലെസൺ വണ്ടി തന്നെ നമുക്ക് ഡീഫോൾട്ടായിട്ട് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിനോമിനൻ ട്രൈബർ, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈബറിലില്ല എന്നുള്ള ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ട്രൈബറിലൊരു ക്രീപ്പ് ഫംഗ്ഷനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ ക്ഷമ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണെന്നുണ്ടെങ്കിൽ പിന്നീട് വേണ്ടതെന്ന് പറയുന്നത് നമുക്കൊരു കൾച്ചറാണ്. നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും നമ്മൾ വളരെ ക്ഷമയോടുകൂടിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഡിസിപ്ലിൻഡ് ആയിട്ട് തന്നെ ആയിരിക്കും നമ്മൾ ആ ഒരു ടാസ്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഡിസിപ്ലിനായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മളൊരു നല്ല സംസ്കാരത്തോടു കൂടി നമ്മളൊരു കാര്യം ചെയ്യുക എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഡ്രൈവിങ് പഠിച്ച് അതിൻ്റെ ലേണേഴ്സ് ടെസ്റ്റ് കഴിഞ്ഞ് പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് കിട്ടും. അപ്പോൾ ആ ഒരു ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ഡ്രൈവറായി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ആൻസർ. കാരണം ഒരു നല്ല ഡ്രൈവർ ആകുക, അല്ലെങ്കിൽ നന്നായി വണ്ടി ഓടിക്കുന്ന ഒരാളാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് അവർ വളരെ ആസ്വദിച്ച് ആ ഒരു നമ്മുടെ ഡ്രൈവിങ് ആസ്വദിച്ച് അവരകത്ത് ഒരു ഫിയറും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ഡിസ്കംഫേർട്ടും ഇല്ലാതെ നമുക്കൊപ്പം യാത്ര ചെയ്യുമ്പോഴാണ് നമ്മളൊരു നല്ല ഡ്രൈവറായിട്ട് ട്രാൻസ്ഫോം ആവുന്നതെന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളതാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, ഒരുപാട് പ്രായമുള്ളതും ഒരുപാട് ഡ്രൈവിംഗ് എക്സ്പീരിയൻസുമായിട്ടുള്ള ഒരുപാട് ആളുകളോടൊപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഡ്രൈവ് ചെയ്ത് ഫ്രണ്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാതെ അവർക്ക് കുറച്ചും കൂടെ ഒരു ഓവർ കോൺഫിഡൻസും കാണും. അത്രയും കോൺഫിഡൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിലൊക്കെ ആ ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാതെ തന്നെ കൊണ്ടുവന്ന് അവർ കൃത്യമായിട്ട് പിൻ പോയിന്റ് ആയിട്ടൊക്കെ ബ്രേക്ക് ചെയ്ത് നിർത്തും. പക്ഷെ അവിടെ ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളും കൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് ചവിട്ടിക്കൊണ്ടിരിക്കും. കാരണം നമുക്ക് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കലി ആ വണ്ടിയുടെ മൊമെൻറ്റും ഇതെല്ലാം നമ്മളെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലും അതിങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിലും ഈ വണ്ടി എങ്ങനെ സേഫായിട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കിടന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആകുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണർന്ന് ഏതൊരു വണ്ടിയിൽ യാത്ര ചെയ്താലും ആ ഡ്രൈവർ എങ്ങനെ വണ്ടി ഓടിക്കുന്നു, ആ വണ്ടി എങ്ങനെ ഓടുന്നു, അതിൻ്റെ മൊമെൻറ്റം എന്താണ്, അത് എത്രത്തോളം സേഫായിട്ട് ഓടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളും അറിയാതെ ഈ വാഹനം ഓടിക്കുന്നതിന് തുല്യമായ ഒരു മാനസിക നിലയിലായിരിക്കും. അപ്പോൾ ഇതൊക്കെ എൻ്റെ മാത്രം ഒബ്സർവേഷൻസും എൻ്റെ മാത്രം തോട്ട്സുമാണ്. ഇതിനോട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് പലർക്കും യോജിപ്പും ഉണ്ടാകാം, വിയോജിപ്പും ഉണ്ടാകാം. അപ്പോൾ എന്തായാലും വിയോജിപ്പുള്ളവർ ഇത് കേട്ട് ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ ഒരു മാനസിക നിലയിൽ ഇരിക്കുമ്പോൾ തന്നെ വണ്ടി എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളും അറിയാതെ അങ്ങ് ബ്രേക്ക് ചെയ്തു പോകും. കാരണം ഡ്രൈവിങ് അറിയുന്നവർക്കാണെന്നുണ്ടെങ്കിൽ, വണ്ടി ഓടിക്കാൻ നന്നായിട്ട് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളും ഓട്ടോമാറ്റിക്കലി നമ്മളും ബ്രേക്ക് ചെയ്തു പോകും. ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആ പെഡൽ ചെയ്യുന്ന ഒരു ഫീലിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. അപ്പം ആ ഒരു ഡ്രൈവർ കാണിക്കുന്ന
അദ്ദേഹത്തിൻ്റെ കഴിവുകേടുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓവർ കോൺഫിഡൻസ് അദ്ദേഹം കാണിക്കുന്നതിനനുസരിച്ച് ആ ഒരു യാത്ര ഒട്ടും തന്നെ ഒരു കൂടെ യാത്ര ചെയ്യുന്ന ഒരു സഹയാത്രികൻ അത് ഡ്രൈവ് ആസ്വദിക്കാനേ പറ്റത്തില്ല. അപ്പം അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ഒരാളായിരുന്നാലും ബാക്കിലിരിക്കുന്ന ഒരാളായിരുന്നാലും കംഫർട്ടബിളായിട്ട് ആ യാത്ര ആസ്വദിക്കാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ഓടിക്കുന്ന ആള് എത്ര വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസോ എത്ര നന്നായി ഡ്രൈവ് ചെയ്യുമെന്നോ പറഞ്ഞിരുന്നതിൽ ഒരു കാര്യമില്ല. അദ്ദേഹം ഇപ്പോഴും ഡ്രൈവിങ്ങിലൊരു ബിഗ് സീറോ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മുടെ ഡ്രൈവിംഗ് സംസ്കാരത്തിനൊരു വലിയ ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത്. പൊതുവെ റോഡ് ട്രാഫിക്കൊക്കെ പൊതുവെ കുറവാണ്. കാരണം നമ്മൾ ഈ കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വണ്ടികൾ അത്രത്തോളം ജങ്കായിട്ട് റോഡിലില്ല. പക്ഷേ എങ്കിലും അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ ഇന്ന് മനുഷ്യന് വളരെയധികം കൂടുതലാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്കൊന്നും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകത്തില്ല. പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം ഈ കൊറോണ എന്ന് പറയുന്നത് പർട്ടിക്കുലർ ഒരു വിഭാഗത്തിന് മാത്രമൊന്നും അല്ല എഫക്റ്റ് ചെയ്തിരിക്കുന്നത്, എല്ലാവരെയും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നെയും ഒരു നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാധാരണക്കാരൻ മുതൽ വളരെ വലിയ ബിസിനസ് അല്ലെങ്കിൽ വളരെ വലിയ റിച്ച് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ കുറച്ച് റിസർവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത് പറയാം. പക്ഷേ എങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോസ്റ്റ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വളരെ കൂടുതലായിരിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ബാക്കപ്പും കൂടെ ഇപ്പോൾ വിനിയോഗിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങളെയും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും പലരും ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്രത്തോളം ക്ഷമയോടുകൂടി ഡ്രൈവിങ്ങിനെ അപ്രോച്ച് ചെയ്തിരുന്നോ അതിനേക്കാൾ ഏറെ ക്ഷമയോടും വളരെ ശ്രദ്ധയോടും കൂടി അപ്രോച്ച് ചെയ്യേണ്ട ഒരു ടാസ്ക്കായി ഡ്രൈവിംഗ് മാറുകയാണ്. കാരണം ഇത്തരത്തിൽ പല മാനസിക സംഘർഷങ്ങളോടുകൂടി ആളുകൾ വണ്ടിയായിട്ട് റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ പല കാര്യങ്ങളായിരിക്കും മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ എത്രത്തോളം സ്പീഡിന് വണ്ടി ഓടിക്കുന്നു, മറ്റുള്ളവന് ബുദ്ധിമുട്ടില്ലാതെ വണ്ടി ഓടിക്കുന്നു, ഈ വക കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകാൻ പറ്റും. ഞാൻ നമ്മുടെ മദേഴ്സ് കിച്ചണിൽ കയറി നല്ല തനി നാടനരിയുടെ പുട്ടും കടലയൊക്കെ കഴിച്ചു. പിന്നെ ഒരു നല്ല നാടൻ പാൽ ചായ. ഞാൻ ഈ വഴിയിൽ നിന്ന് എവിടെ നല്ല ഫുഡ് ഷോപ്പ് കണ്ടാലും ഞാൻ ഗൂഗിളിൽ റിവ്യൂ ചെയ്യാറുണ്ട്. നല്ലതാണെങ്കിൽ റിവ്യൂ ചെയ്യും, മോശമാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും എഴുതാറില്ല. മോശമാണെന്ന് ഞാനൊന്നും എഴുതാറില്ല, അങ്ങനെയുള്ളത് ഞാനങ്ങ് ഒഴിവാക്കും. പക്ഷേ നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു ഗൂഗിൾ റിവ്യൂ എഴുതും. അപ്പോൾ അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ നല്ല ബെറ്ററായിട്ടുള്ള ഫുഡാണ് നമുക്ക് ഹെൽത്തി ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്തേക്കണം. ജെന്യൂനായിട്ട് നമ്മുടെ ഒപ്പീനിയൻ ഒരു ഗൂഗിൾ റിവ്യൂ ആയിട്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അവർക്ക് പേജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു റിവ്യൂ ആയിട്ടോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പലർക്കും ഇതുപോലെ സെർച്ച് ചെയ്ത് ഇപ്പോൾ ഞാൻ പോലും പല റിവ്യൂസും നോക്കിയിട്ട് പിന്നെ ഒരുപാട് ജങ്ക് റിവ്യൂസ് വരും. മനഃപൂർവ്വം ഒരാളിനെ കരുവാരി തേക്കാനായിട്ട് നെഗറ്റീവ് റിവ്യൂസ് എഴുതുന്ന ഒരു സംസ്കാരം നമുക്ക് മലയാളികൾക്കെന്ന് മാത്രമല്ല അത് എല്ലാ നാട്ടിലും ഉണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് അത്തരത്തിലുള്ള മോശമായ റിവ്യൂസ് മാത്രമാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ അറിയാം അതൊരു പർപ്പസ്ഫുള്ളായിട്ടൊരു ടാസ്ക് പോലെ ആയിരിക്കും വന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ തന്നെ ഒരേ ടൈമിങ്ങിൽ വളരെ അടുത്തടുത്ത് തന്നെ ഒരുപാട് ആളുകളിൽ ആക്രമണം പോലെ കമൻസ് മോശമായിട്ടുള്ള റിവ്യൂസ് എഴുതും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും അതൊരു സോർട്ട് ഓഫ് അറ്റാക്കാണ്, ഒരു സൈബർ അറ്റാക്കാണ്. മറിച്ച് ഈ റിവ്യൂസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് പല സമയങ്ങളിലുള്ള നല്ല നല്ല റിവ്യൂസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ അതിനിടയിൽ തന്നെ മോശമായിട്ടുള്ള റിവ്യൂസ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു അൺഈവനായിട്ടുള്ള നല്ല റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ പല റെസ്റ്റോറൻറ്റ്സും ട്രൈ ചെയ്യാറുള്ളത്. അപ്പോൾ അതൊരു പരിധിവരെ നമ്മൾ അത്തരത്തിലുള്ളൊരു ഫെസിലിറ്റി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്കൊരു സ്മാർട്ട് ഫോണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് അത് വലിയൊരു കാര്യമല്ലോ റിവ്യൂ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ജെന്യൂനായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയൊരു അപ്ലിഫ്റ്റ് ആയിരിക്കും. പിന്നെ അവർക്കൊരു അവരുടെ സെർച്ച് വാല്യൂ കൂടും ഗൂഗിളിൽ. നല്ല പോസിറ്റീവ് റിവ്യൂസൊക്കെ ആകുമ്പോഴത്തേക്ക് ഗൂഗിൾ അനുസരിച്ചുള്ളൊരു സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കൊടുക്കും. അപ്പോൾ നല്ല ജെന്യൂനായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് അതൊരു വലിയ പ്രചോദനമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എന്തായാലും ഡ്രൈവിങ്ങിനെ കുറിച്ച്, ക്ഷമയെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇന്ന് നമുക്ക് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ ഡിസ്കസ് ചെയ്യാം. അതും എൻ്റെ ഒരു സെൽഫ് ലേണിംഗ്, എൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. ഒരുപക്ഷെ ഞാൻ ഡ്രൈവൊക്കെ ചെയ്യുന്ന തുടങ്ങുന്നതിന്
ഒരുപാട് കുട്ടിയിലെ മുതൽ ഈ ഡ്രൈവിങ്ങിനോടൊരു അഫിനിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകളും ഡ്രൈവ് ചെയ്യുമ്പോൾ അവരെ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യും, അവരെങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു, അവരുടെ ഡ്രൈവിംഗ് സ്കിൽ സെറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ വളരെ കീനായിട്ട് വളരെ കുട്ടിക്കാലം മുതലേ ഒബ്സർവ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇനി എനിക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എൻജിൻ ബ്രേക്കിങ്ങിനെ കുറിച്ചാണ്. അതായത് നമുക്കറിയാം, ഒരു ബ്രേക്ക് ഫെയിലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നല്ല ഫാസ്റ്റായിട്ടൊക്കെ ഡ്രൈവ് ചെയ്ത് പോണ സമയത്ത് ഒരു ബ്രേക്ക് ഫെയിൽ വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ബ്രേക്കിൽ ചവിട്ടി നോക്കുന്നു, ബ്രേക്ക് നമ്മൾ ഉദ്ദേശിച്ച കണക്ക് പ്ലേ ആവുന്നില്ല,